നോർത്ത് ഇന്ത്യ ട്രാവൽ ചെയ്യാൻ സേഫാണോ? സത്യം പറഞ്ഞാൽ ഒരു സ്ഥലവും നമുക്ക് സേഫാണോ അൺസേഫാണോ എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ സ്മാർട്ടായിട്ട് ഒരു പ്രോപ്പർ പ്ലാനിങ് ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നവും വരത്തില്ല. ഇപ്പം ഞാൻ പോയതിൽ തന്നെ എനിക്ക് ഏറ്റവും സേഫായി ഫീൽ ചെയ്ത 2 സ്റ്റേറ്റ് എന്ന് വെച്ചാൽ കശ്മീരും രാജസ്ഥാനും. അവിടുത്തെ ആൾക്കാരിൽ നിന്ന് എനിക്ക് 1% പോലും ഒരു മോശം എക്സ്പീരിയൻസോ ഒരു അൺകംഫർട്ടബിൾ ഫീലിങ്ങോ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പെൺകുട്ടികൾ ഇപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിച്ച് ട്രാവൽ ചെയ്യേണ്ട സ്ഥലമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഡൽഹിയാണ്. കാരണം ഡൽഹിയിൽ ഫുൾ കള്ളന്മാരുടെ ശല്യമാണ്. അവിടെ ആരെയും നമുക്കങ്ങനെ പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭയങ്കര പൊല്യൂഷൻ. അതൊക്കെ കൊണ്ട് തന്നെ ഡൽഹി ആദ്യമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ പോയി എനിക്കൊരു കാര്യം മനസ്സിലായി, ഡൽഹി അത്ര അൺസേഫ് സ്ഥലങ്ങളൊന്നുമല്ല. ഇപ്പം നമ്മൾ അവിടെ സേഫായിട്ട് ഒരു സെൽഫ് അവയർനെസ് വെച്ച് ഒരു നല്ല പ്ലാനിങ് ഒക്കെ വെച്ച് പോവുകയാണെങ്കിൽ ഡൽഹി ഒരു അടിപൊളി സ്ഥലമായിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക്. കാരണം അവിടെ കുറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പേടിച്ച് ഡൽഹി ട്രാവൽ ചെയ്യാതിരിക്കരുത്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലൈക്ക് നമ്മുടെ ഫോണും ബാഗും ഒക്കെ സൂക്ഷിക്കുക, കയ്യിലൊരു പെപ്പർ സ്പ്രേ എപ്പോഴും കരുതുക. പിന്നെ ആൾക്കാരുടെ അടുത്ത് പറയരുത് നമ്മൾ സോളോ ട്രാവൽ ചെയ്യുന്ന, കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് പറയുക. പിന്നെ രാത്രി ആൾക്കാരില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകാതിരിക്കുക. നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഉണ്ടെങ്കിൽ അവർക്ക് ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുക്കുക. എമർജൻസി ഫോൺ നമ്പർ സേവ് ചെയ്യുക. പോലീസ് സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ പ്രിക്കോഷൻസ് ചെയ്താൽ നമുക്ക് സോളോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് പേടിയാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നോർത്ത് ഇന്ത്യ അൺസേഫാന്ന് ഓർത്ത് നമ്മൾ ഒരിക്കലും ട്രാവൽ ചെയ്യാതിരിക്കരുത്. കാരണം നോർത്ത് ഇന്ത്യയിൽ പോയാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. സോ അതുകൊണ്ട് സെൽഫ് അവെയർ ആയിട്ട് പേടിക്കാതെ ട്രാവൽ ചെയ്യുക. ഓക്കെ, ബൈ.